ഹലോ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നേ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഭയങ്കര വിശേഷമാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മളെ നാട് ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു വിശേഷമാണ് തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും മകരമാസത്തിലെ അവിട്ട നക്ഷത്രത്തിലാണ് കേട്ടോ ആഘോഷിക്കുന്നത്. ജനുവരി 21-നാണ് കേട്ടോ ഈ വർഷത്തെ കൊടിയേറ്റ്. അപ്പോൾ ഉത്സവം ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉത്സവത്തിന് 2-3 ദിവസം മുമ്പുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ശരിക്കും ഉത്സവം 10 ദിവസം ആണെങ്കിലും ഉണ്ടല്ലോ, തങ്കയങ്കി ഘോഷയാത്രയൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു 12 ദിവസത്തോളം ആഘോഷം തന്നെയാണ്. ഇത് നമ്മുടെ തങ്കയങ്കി ഘോഷയാത്രയുടെ ദിവസത്തിലുള്ള പരിപാടികളാണ് കാണുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരുടെ ഡെക്കറേഷനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. കണ്ടോ, ഇത് ഒരു കടയുടെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ്. ഇതുപോലെ എല്ലായിടും ഒരുക്കിയിട്ടുണ്ട്. റോഡ് സൈഡ് ഫുൾ ഇങ്ങനെ ഗണപതി വിഗ്രഹവും വിളക്കും പറയും ഒക്കെ വെച്ചിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ എന്തോ ഭംഗിയാണെന്നറിയാവോ. ഓരോ സ്ഥലത്തും ഇല്ല മത്സരിച്ച് ഒരുക്കി വെക്കുന്ന കണക്കാണ് തോന്നുന്നത്. ഇത് പറ നിരത്തി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് 3 പറയോ 5 പറയോ ഒക്കെ വെക്കാം. ഞങ്ങൾ ചില വർഷം 5 പറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ വർഷം ഞങ്ങൾ 3 പറയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ നെല്ല്, മലര്, പൂവ്, അങ്ങനെ അവല് വെക്കുന്നവരുണ്ട്, തേങ്ങ വെക്കുന്നവരുണ്ട്, പിന്നെന്താ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നവരുണ്ട്, നട്ട്സ് വെക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എന്താണോ നേദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് വെക്കാം. അപ്പം ഞാൻ ശിവയും കൂടെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ശിവയുടെ കണ്ണ് മൊത്തം ടോയ്സിലോട്ടാണ്. അപ്പോൾ ഇത് വേണോയെന്ന് ചോദിച്ചപ്പോഴത്തേനും ശിവ ഇല്ല, കഴിഞ്ഞ വർഷം ഇത് മേടിച്ചപ്പോഴത്തേനും പറന്ന് പൊങ്ങി പോയായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് പോവും അമ്മ, അതുകൊണ്ട് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഐറ്റത്തിലോട്ടാണ് ശിവയുടെ പോക്ക് കേട്ടോ. അവിടെ ചെന്ന് ഇത്തിരി നേരം അതൊക്കെ നോക്കി നിന്നിട്ട് അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷേ വേറൊരു ഐറ്റം, ഇതാണ് സ്ഥിരം പിള്ളേരെ പിടിക്കുന്ന ഐറ്റം. ലൈറ്റൊക്കെ കത്തിച്ച് അവരെ അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ഇങ്ങനെയുള്ള തിന്നാനുള്ള എന്തെങ്കിലും സാധനങ്ങളില്ല. അങ്ങനെ ഞാനും ശിവയും ഞങ്ങളുടെ കണ്ണുകളെ കൺട്രോൾ ചെയ്തിട്ട് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. അമ്പലത്തിൻ്റെ കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ സ്റ്റേജ് ഉള്ളത്. അവിടെ 1-2 പ്രോഗ്രാമൊക്കെ ദിവസവും ഉണ്ടാവും കേട്ടോ ഉത്സവത്തിനോടനുബന്ധിച്ച്. അപ്പോൾ ഇന്ന് കൈകൊട്ടികളിയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേ തീർന്ന്. ഞാനാണെങ്കിൽ ഒരു സ്ട്രോബെറി ബാറൊക്കെ മേടിച്ചിട്ട് ശിവയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരെണ്ണവേ വാങ്ങിച്ചോളൂ. സാധാരണ ഇവൻ പകുതി തിന്നിട്ട് എനിക്ക് തിരിച്ചു തരുന്ന കാരണം ഒരെണ്ണം മാത്രം വാങ്ങിച്ച് എനിക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ തങ്കയങ്കി വരാൻ സമയമായപ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷേ സമയമായപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് കത്തിച്ച് വെക്കാം. ഇപ്പോൾ അതാ കണ്ടോ, നന്നായിട്ട് കത്തി എരിയുന്നുണ്ട്. ചെറുതായിട്ട് കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നന്നായിട്ട് കത്തിക്കൊണ്ടിരുന്ന വിളക്കുണ്ടല്ലോ, ഘോഷയാത്ര വരുന്ന സമയമായപ്പോഴത്തേനും ആകെ നമ്മളെ അങ്ങ് വെപ്രാളപ്പെടുത്തി കളഞ്ഞു കേട്ടോ. എല്ലാ അണയും പിന്നെ നമ്മൾ ഒരുവിധം കത്തിച്ച് വെച്ചതാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഡെക്കറേഷനൊക്കെ എല്ലായിടും ഒന്ന് കാണാനിറങ്ങി. അപ്പോൾ അത് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണുവാണ് കേട്ടോ. അപ്പോൾ വെറുതെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ട് പോകാമല്ലോ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിതൊരു 1.5 കിലോമീറ്ററോളം ഉണ്ട് തഴുത്തലയിൽ നിന്ന് കൊട്ടിയം വരെ പോകാനായിട്ട്. അപ്പോൾ അവിടം വരെയും ഡെക്കറേഷനുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊട്ടിയത്തുനിന്ന് തഴുത്തലയിലോട്ട് വണ്ടി ഓടിച്ച് പോവുകയാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും തഴുത്തലയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ ഉള്ളൊരു സാധാരണ ഗ്രാമമായിരുന്നു കേട്ടോ. സാധാരണക്കാർ ജീവിച്ചിരുന്നൊരു ഗ്രാമമാണ്. അപ്പോഴാണ് ഇവിടെ റെയിൽവേ പരമു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗണപതി വിഗ്രഹം ആലിൻ്റെ ചുവട്ടിൽ വെക്കുകയും പിന്നീട് അത് പുനർപ്രതിഷ്ഠ നടത്തി ഇപ്പോഴുള്ള ക്ഷേത്രമായി മാറുകയാണ് ചെയ്തത് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച പോലെ തന്നെയാണ് നാടിനും വളർച്ച ഉണ്ടായത്. നാട് വളരെയധികം പണ്ടത്തെ ആ ഒരു സമയത്ത് നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. ഞാനിവിടെ ഈ നാട്ടിലെത്തിയിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ മുകേഷ് ചേട്ടനൊക്കെ തഴുത്തല ഗണപതി ഉത്സവം എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ ഇങ്ങനൊരു നമ്മൾ ഒരു വർഷം ഒരു ഉത്സവം കഴിഞ്ഞാൽ അടുത്ത ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഇവിടെ നമ്മൾ ഈ ഓണത്തിനേക്കാളും ഒക്കെ കൂടുതൽ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഓണവും വിഷു ഒന്നുമല്ല, ഈ ക്ഷേത്രത്തിലെ ഉത്സവമാണ് നാട് ഒന്നിച്ച് ആഘോഷിക്കുന്നത്. ഇപ്പോൾ വിദേശത്തുള്ളവരൊക്കെ നാട്ടിലെത്തും. ദൂരെയൊക്കെ താമസിക്കുന്നവരെല്ലാം ഈ ഉത്സവ സമയം കണക്കാക്കിയാണ് നാട്ടിലോട്ട് വരുന്നത്. അത്രയ്ക്കൊരു ആഘോഷമാണ് കേട്ടോ. 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ ഈ നാട് ഉണർന്നിരിക്കുകയാണ്. തഴുത്തലയാണ് വീടെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ കേൾക്കുന്ന ചോദിക്കും, തഴുത്തലയോ അതെന്താ അങ്ങനെ ഒരു പേര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നും എനിക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, വളരെ പണ്ട് ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്ന നാടായിരുന്നു. ഒരുപാട് ഏലയുള്ളൊരു പ്രദേശമായിരുന്നു കേട്ടോ. ഏല എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് വയലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈ പാടശേഖരത്തിൻ്റെ ഈ കൃഷിയിടത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗമാണ് ഇപ്പോഴത്തെ തഴുത്തല. അപ്പോൾ താഴത്തെ ഏല എന്നുള്ളത് ലോപിച്ചിട്ടാണ് തഴുത്തലയായി മാറിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തഴുത്തല നാടിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ ജനുവരി 30-ന് ഉത്സവം അവസാനിക്കും. എല്ലാവരും ഇങ്ങ് എത്തുമല്ലോ.